സ്വർഗനായക കാത്തുകൊള്ളുക നീ സർവദായക മധുരം നിന്നാമം പാവനം വാഴ്ത്തിടുന്നിതാ സ്വർഗനായക കാത്തുകൊള്ളുക നീ സർവദായക. നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവാൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അരുളിച്ചെയ്ത കർത്താവേ, നിന്റെ കരുണയുടെ വാഗ്ദാനം ഈ ശിശുവിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശു പുതിയ ജന്മം പ്രാപിക്കട്ടെ. നിന്റെ മൗതിക ശരീരത്തിന്റെ അവയവവുമായി തീരുന്ന ഈ ശിശു ഉദാശകളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികമായി വളരുവാനിടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ശിശുവിനോടൊത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിശാചിന്റെ അടിമത്തിൽ നിന്ന് മോചിതനാകാൻ നീ ആഗ്രഹിക്കുന്നു. പാപവും പാപമാർഗങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുന്നു. ഈശോമിശിഹായെ നിങ്ങളുടെ ദൈവമായി സ്വീകരിക്കുന്നു. ഈ അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നോവ ജോസഫ് ആൻഡ്രൂസ് മുദ്രിതനായിരിക്കുന്നു. ജീവിപ്പവനാം ദൈവത്തിൽ അവദാനാമൃതഗാനങ്ങൾ മാമകചിത്തവുമെന്നാവും മോദമോടേവം പാടുന്നു. സൈന്യങ്ങൾ തൻ കർത്താവേ, എത്ര വിശിഷ്ടം നിൻഗേഹം, നിൻ തിരുസന്നിധി ചേരാനായ ആത്മാവെന്നും കേഴുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മിടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു.
കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുസ്നാനത്തിൻ നിർമ്മലമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദിയിൽ. സാമോദം നാം പാടിടാം, ഹല്ലേലൂയ പാടിടാം. മധുരേതമാശയ സുധയിന്നൻ മാനസമലയിൽ നിറയുന്നു, മാനസമലയിൽ നിറയുന്നു. സാമോദം നാം പാടിടാം, ഹല്ലേലൂയ പാടിടാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 3, 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഫരിസയരിൽ നിക്കോദേമോസ് എന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടിയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പണ്ടൊരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പിഞ്ചു ഹൃദയം ദേവാലയം കിളികൊഞ്ചലാ കോവിൽ മണിനാദം പുലരിയും പൂവും പൈതലിൻ ചിരിയും ഭൂമിദേവി തന്നാഭരണങ്ങൾ. അത് വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു പാട്ടാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാകുന്നു. നമ്മുടെ ഈ ദേവാലയത്തിലേക്ക് വരുമ്പോഴേ കുഞ്ഞുങ്ങൾ കരയുന്നത് കേൾക്കുമ്പോൾ പണ്ട് ഞാൻ വിചാരിച്ചു, ഈ കുഞ്ഞുങ്ങളൊക്കെ കരയുന്നത് നമുക്ക് ശല്യമാണല്ലോ എന്ന് വിചാരിച്ചിരുന്നു. ഞാൻ വെച്ചാൽ ഇംഗ്ലീഷ് പള്ളികളിലൊക്കെ ഇരിക്കുന്ന അവസരങ്ങൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ ദേവാലയത്തിൽ ഒരു കൊച്ചിൻ്റെ കരച്ചിലൊന്ന് കേൾക്കാൻ എന്താ മാർഗം എന്ന് വരെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ. ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ ഒരു വീട്ടിലോ ദേവാലയത്തിലോ ഉണ്ടാകുന്നത് അത് ഒരു വലിയ ശുഭാപ്തി വിശ്വാസം നമുക്ക് തരുന്നതായ ഒരു പ്രതിഭാസമാണ്. അത് നമുക്ക് വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുന്നതായ ഒരു കാര്യമാണ്. എങ്ങനെയോ നമ്മളുടെ ആൾക്കാരുടെ മനസ്സിൽ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഒരു ചിന്താഗതി കടന്നു കൂടിയിട്ടുണ്ടായിരുന്നു. ഈ ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്നുള്ള ഒരു മിഥ്യാധാരണ. ഇറ്റ് വാസ് വളരെ ഒരു മിത്തായിരുന്നു. അത് പറഞ്ഞ് സർക്കാർ നമ്മളെ പറ്റിക്കുകയായിരുന്നു. ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഇന്ത്യയുടെ ഒരു വലിയ അസറ്റ് എന്ന് പറയുന്നത് ദ ഹ്യൂമൻ റിസോഴ്സ്. നമ്മൾക്ക് ഉള്ള ഹ്യൂമൻ റിസോഴ്സാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നത്. വെറും ഭൗതികമായ അസറ്റുകളിൽ സമ്പത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നവർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകാൻ കഴിയുകയില്ല. ഇന്ത്യ പോലുള്ള ഈ വലിയ രാജ്യങ്ങൾ, അതുപോലുള്ള രാജ്യങ്ങളുടെ ഒരു വലിയ ഗുണം എന്താണ്? അതിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് മനുഷ്യ സമ്പത്താണ്. അതിൽ ദൈവം നമുക്ക് നൽകിയ ഒരു വലിയ ദാനമാണ്. ആ ദൈവത്തിൻ്റെ ദാനം ശരിയായ വിധത്തിൽ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ നന്മയിലേക്ക് വളർത്തുവാനായിട്ട് നമ്മുടെ രാഷ്ട്രത്തെ വളർത്തുവാൻ നമുക്ക് സാധിക്കും. അതുപോലെ നമ്മുടെ സമുദായത്തെ, നമ്മുടെ സഭയെ വളർത്തണമെങ്കിൽ നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് തിരിച്ചറിയുന്ന പല മതവിഭാഗങ്ങളുണ്ട്. വേറെ പല മതവിഭാഗങ്ങളും അത് വളരെ നന്നായിട്ട് മനസ്സിലാക്കി അവരതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ മാത്രമേ ഈ കാര്യത്തിൽ വളരെ പിന്നോക്കം പോയിട്ടുള്ളൂ. അപ്പോൾ ദൈവം നമുക്ക് നൽകുന്ന മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്തി അവരെ സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. സഭ ഈ പ്രോ ലൈഫ് മൂവ്മെൻറ്റിന് വളരെയധികം പ്രതിജ്ഞാബദ്ധമാണ്.
അതായത് ജീവൻ അതിൻ്റെ എല്ലാ അവസ്ഥകളിലും പരിരക്ഷിക്കുക എന്നുള്ളത് സഭയുടെ ഒരു വലിയ ദൗത്യമാണ്, ഒരു ധർമ്മമാണ്. ആ ജീവൻ്റെ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ ചേരണം. അതുപോലെ ഓരോ കുഞ്ഞും ഒരു ഇടവകയിലായാലും ഒരു സമൂഹത്തിലായാലും സമുദായത്തിലായാലും ആ കുഞ്ഞ് ആ സമുദായത്തിൻ്റെ മൊത്തമാണ്. നമ്മൾ വിചാരിക്കുക അത് അവരുടെ മാത്രം കാര്യമാണ് ആ കുഞ്ഞിനെ വളർത്തേണ്ടത്. നമ്മളൊരു പരസ്പരം ഉത്തരവാദിത്വം കൈമാറിക്കൊണ്ട് ഷെയർ ചെയ്തുകൊണ്ട് വേണം നമുക്ക് ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരേണ്ടത്. ഓരോ കുഞ്ഞിനെയും ആ കുഞ്ഞിൻ്റെ ധാർമ്മികവും മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ടുള്ള വളർച്ചയിൽ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. ഞാൻ ഓർക്കണു, എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പലപ്പോഴും എനിക്ക് വീട്ടിൽ നിന്ന് അടി കിട്ടുന്നതിനേക്കാൾ പലപ്പോഴും ഞങ്ങളുടെ ഇടവകയിലുള്ള കപ്പ്യാർ ആ ചേട്ടൻ ഞങ്ങളെ അടിക്കും. എന്താണ്, വല്ല തെറ്റുകൾ ചെയ്താൽ വല്ല ക്രമക്കേടുകൾ വല്ല എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ അടി കിട്ടിയിട്ടുള്ളത് ഞങ്ങളുടെ കപ്പ്യാർ ചേട്ടനിൽ നിന്നാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം ഈ കുഞ്ഞ് ഈ സഭയുടെ കുഞ്ഞാണ്. അതുകൊണ്ട് നന്നായിട്ട് അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സഭയെ മുഴുവൻ ബാധിക്കുന്നതാണ് എന്നുള്ള ഒരു കൂട്ടുത്തരവാദിത്വത്തിൻ്റെ പേരിൽ വേണം നമ്മൾ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ. എൻ്റെ സ്വന്തം കുടുംബത്തെ ഞാൻ എങ്ങനെ പരിരക്ഷിക്കുന്നുവോ അതുപോലെയുള്ള ഉത്തരവാദിത്വ ബോധത്തോടു കൂടി വേണം ഒരു ഇടവകയുടെ കുടുംബത്തെയും നമ്മൾ കാണുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇവിടെ ശകാരിക്കാനോ അടിക്കാനോ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. ആ ഒരു കുഞ്ഞ് നശിക്കുന്നുണ്ടെങ്കിൽ, ഒരു കുഞ്ഞിന് എന്തെങ്കിലും പോരായ്മ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിൻ്റെ മുഴുവൻ പോരായ്മയായിട്ട് നമ്മൾ കാണുകയും അതിൽ നമ്മൾ ദുഃഖിക്കുകയും ചെയ്യണം. അതുപോലെ ആ കുഞ്ഞിന് നന്മയുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ സന്തോഷിക്കുകയും ചെയ്യണം. അങ്ങനെ നമുക്കൊരു സമൂഹത്തെ വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടി എല്ലാ കുഞ്ഞുങ്ങളിലും ഉണ്ടാകട്ടെ. ഈ ഇടവക വളരെയധികം നല്ല രീതിയിൽ നല്ല കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഒരു ഇടവകയാണ് എന്നറിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും കൂടുതലായിട്ട് നമ്മുടെ ഇടവക എന്നും വളരെ യങ് ആയിട്ടിരിക്കുവാനായിട്ട് ഇതുപോലുള്ള കുഞ്ഞുങ്ങളുടെ ആവിർഭാവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ എല്ലാം ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. നഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചിതറിപ്പോയവരെ ഒരുമിച്ച് കൊണ്ടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ സഭയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ വിനീതനായ ദാസനെ തെരഞ്ഞെടുത്തുവല്ലോ. കാലനീതിയിൽ പൂർത്തിയാക്കുവാൻ വേണ്ടി യോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുകയും മാമോദീസ നൽകാൻ സ്ത്രീയന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, ഈ പുതാശ യഥാവിധി പരികരണം ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കണമേ. സകലത്തിന്റെയും നാഥായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെ നാഥനായ ദൈവത്തിന് നമുക്ക് ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, യോർദാനിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേലിറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പൗത്രീകരിക്കപ്പെട്ട അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസയിലൂടെ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ ഉദരമായി തീരുവാൻ ഈ ജലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോടെ കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നോവ ജോസഫ് ആൻഡ്രൂസ് വിശുദ്ധൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നോവ ജോസഫ് ആൻഡ്രൂസ് മാമോദീസ മുക്കപ്പെടുന്നു.
നമ്മുടെ കർത്താവേ ശ്രമിക്കുക. വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കനായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. മാമോദീസായിലൂടെ ദൈവമകനായി തീർന്ന് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾക്കായി കാത്തിരിക്കുന്ന ഈ ദാസനു വേണ്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. സെഹിയോൻ ശാലയിൽ പ്രാർത്ഥനാ നിരതരായിരുന്ന ശിഷ്യരിൽ എന്ന പോലെ ഈ ദാസനെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ ചൈതന്യത്താൽ നിറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഇവനെ ശക്തനാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ഇവനെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. മാമോദീസായിലൂടെ പുതുജന്മവും മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ശിശുവിനെ മുദ്രിതനാക്കണമേ. ആപാപിതാവേ, അങ്ങേ വിളിക്കുവാൻ പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെ ഈ ശിശുവിനെ നൽകണമേ. കൈവെപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളിയും സഭയുടെ വിശ്വസ്തദാസനമായി ജീവിക്കുവാൻ ഇവനെ ശക്തനാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഇവനിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ശിശുവിനെ ഇടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസ സ്വീകരിച്ച നോവ ജോസഫ് ആൻഡ്രൂസ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ദാസൻ സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവര പൂർണ്ണതയും ഇവൻ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ ശിശുവിനെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ദിവ്യപരിമളം ജീവിതത്തിലുടനീളം പ്രസരിപ്പിക്കുവാൻ ഇവന് ഇടയാകുകയും ചെയ്യട്ടെ. ആമേൻ. നദിയിൽ ദൈവസുതൻ മാമോദീസ മുങ്ങുമ്പോൾ വിണ്ണിൻ വാതിൽ തുറക്കുന്നു.
വാഴ്ത്തി പാടാം തിരുനാമം, വാഴ്ത്തി പാടാം തിരുനാമം. യോർദാനദിൽ ദൈവസുതൻ മാമോദീസ മുങ്ങുമ്പോൾ പിന്നിൻ വാതിൽ തുറക്കുന്നു. വാഴ്ത്തി പാടാം തിരുനാമം, വാഴ്ത്തി പാടാം തിരുനാമം. പ്രിയപ്പെട്ടവരെ, മാമോദീസായുടെ സ്ഥൈലവനത്തിനെയും തിരുക്കർമ്മങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. ഇനി കുർബാനയായിട്ട് നമ്മൾ തുടരുന്നതാണ്. അതിന് മുൻപായിട്ട് ഒരു സമ്മാനം നോവ ആൻഡ്രൂസിന് കൊടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അയച്ചു തന്നിരിക്കുന്നതായ ഒരു ആശീർവാദമാണ് ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ കുഞ്ഞിന് കൊടുക്കുന്നത്. The Holy Father Francis cordially imparts the requested apostolic blessing to Nova Joseph Andrews Parakarail on the occasion of his baptism, and through the intercession of the Virgin Mary invokes the abundance of divine grace. St. George's Church, Patterson, New Jersey, 3rd December 2016. കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം, ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകണമേ. കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം, ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകണമേ. നിൻ ജീവനിൽ ദിവ്യവിരുന്നാകുവാൻ ഒഴിയുന്നു ഞാനും ബലിവേദിയിൽ. നിൻ ജീവനിൽ ദിവ്യവിരുന്നാകുവാൻ ഒടിയുന്നു ഞാനും ബലിവേദിയിൽ. കർത്താവേ, ശക്തനായ സർവേശ്വര നിലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സകലയിലോടത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലിൽ ഉണ്ടായിരിക്കട്ടെ. ഈശോ അണയുന്ന നിമിഷം, അനുഗ്രഹമൊഴുകുന്ന നിമിഷം. ഈശോ അണയുന്ന നിമിഷം, അനുഗ്രഹമൊഴുകുന്ന നിമിഷം. മിഴിനീർ തുടയ്ക്കാം, നെഞ്ചോടു ചേർക്കാം, ഈശോ എഴുന്നള്ളും നിമിഷം. സ്വർഗം തുറക്കുന്നതേ
സാഷ്ടാംഗം വീഴാം തിരുവോസ്തിരൂപനെ ആരാധിക്കാം ഭക്ത്യാവണങ്ങാം സാഷ്ടാംഗം വീഴാം തിരുവോസ്തിരൂപനെ ആരാധിക്കാം. സ്നേഹമായി തീർന്ന നാഥൻ സ്നേഹിതനായ നാഥൻ സ്നേഹമായി തീർന്ന നാഥൻ സ്നേഹിതനായ നാഥൻ സ്വർഗം വിട്ട് ഭൂമിയിലിറങ്ങി നമ്മോടൊന്നായി ചേർന്നു സ്വർഗം വിട്ട് ഭൂമിയിറങ്ങി നമ്മോടൊന്നായി ചേർന്നു നമ്മിലൊരുവനായി തീർന്നു ഭക്ത്യാവണങ്ങാം സാഷ്ടാംഗം വീഴാം തിരുവോസ്തിരൂപനെ ആരാധിക്കാം ഭക്ത്യാവണങ്ങാം സാഷ്ടാംഗം വീഴാം തിരുവോസ്തിരൂപനെ ആരാധിക്കാം. മാലാഖമാർ സ്തുതിക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ മാലാഖമാർ സ്തുതിക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ രാജാതിരാജൻ ദേവാദിദേവൻ പൂജ്യമാം നാഥൻ രാജാതിരാജൻ ദേവാദിദേവൻ സ്വർഗീയ പൂജ്യമാം നാഥൻ മാനവർ വാഴ്ത്തും മഹേശൻ ഭക്ത്യാവണങ്ങാം സാഷ്ടാംഗം വീഴാം തിരുവോസ്തിരൂപനെ ആരാധിക്കാം ഭക്ത്യാവണങ്ങാം സാഷ്ടാംഗം വീഴാം തിരുവോസ്തിരൂപനെ ആരാധിക്കാം. സ്നേഹമായി തീർന്ന നാഥൻ സ്നേഹിതനായ നാഥൻ സ്നേഹമായി തീർന്ന നാഥൻ സ്നേഹിതനായ നാഥൻ സ്വർഗം വിട്ട് ഭൂമിയിലിറങ്ങി നമ്മോടൊന്നായി ചേർന്നു സ്വർഗം വിട്ട് ഭൂമിയിലിറങ്ങി നമ്മോടൊന്നായി ചേർന്നു. കർത്താവായ ദൈവമേ, പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടായ ഈശോയുടെ തിരുരക്തത്താൽ ഈ ശിശുവിനെ അങ്ങേ കഴുകി വിശുദ്ധീകരിച്ചുവല്ലോ.
പരിശുദ്ധാത്മാനം നൽകുമെന്ന ഞങ്ങളുടെ കർത്താവ് ഈശോയുടെ വാഗ്ദാനം ഈ കുഞ്ഞിനെ നിറവേറ്റിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കുഞ്ഞിനെ മിശിഹായുടെ കൂട്ടവകാശിയും പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സമ്പന്നമാക്കിയതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ ദാസൻ സത്യത്തിലും ആത്മാവിനും അങ്ങേ ഉയർത്തപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വാഴ്ത്തപ്പെട്ടവരുടെയും ഇടവമസ്തനായ ജോർജിൻ്റെയും പ്രാർത്ഥന ഈ ശിശുവിനെ സഹായിക്കുമാറാകട്ടെ. ഈ ശിശുവിൻ്റെ നാമത്തിന് കാരണഭൂതനായ വിശുദ്ധൻ്റെ ജീവിത മാതൃക ഇവന് വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. മാമോദീസായിലൂടെ ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തിരുസഭയുടെ വിശ്വസ്ത ദാസനായി ജീവിക്കുവാൻ അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നീ എന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപ്രേക്ഷിതനായി തീരട്ടെ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗഭാഗ്യത്തിന് അവകാശിയായി തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകി അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയുമായി തീരുവാൻ ദൈവം നിന്നെ യോഗ്യനാക്കട്ടെ. ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കൊണ്ട നമ്മെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നദിയിൽ ദൈവസുതൻ മാമോദീസാമുങ്ങുമ്പോൾ വിണ്ണിൻ വാതിൽ തുറക്കുന്നു. വാഴ്ത്തി പാടാം തിരുനാമം, വാഴ്ത്തി പാടാം തിരുനാമം. അവന്യമായ ദാനത്തിന് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാണ്. ദൈവപിതാവ് ഒരു കുഞ്ഞിനെയും കൂടെ വളർത്തുവാൻ ഞങ്ങളെ ഏൽപ്പിച്ചതിനെ ഓർത്ത് പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകമായി ഞാൻ ഈ മാമോദിസ ഇങ്ങനെ നടത്തുന്ന കാര്യം ഇപ്പോൾ വളരെ ചെറിയതായിട്ട് നടത്താനാണ് അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. പക്ഷെ ഞാൻ ജോഫിയുടെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വന്നപ്പോൾ ക്രിസ്ത്യച്ചൻ അതിൻ്റെ തുടക്കത്തിൽ ഇൻട്രഡക്ഷൻ പറഞ്ഞത് എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തു. അതായത് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും നമ്മളെപ്പോഴും, എന്നാൽ നമ്മൾ മാമോദീസായും അതിലധികമായിട്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ദിവസമാണ്. കാരണം സഭയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന ദിവസമാണെന്ന് ഒരു ആത്മീയ കാഴ്ചപ്പാടിൽ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്ന് ഒരു വലിയ കൺവിക്ഷൻ ആ പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ഓർത്തു നല്ല കൊയറും ഇതെല്ലാം വെച്ച് നമ്മൾ നല്ലൊരു ഇത് ചെയ്ത്, കാരണം അത് സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞ് വീട്ടിൽ ജനിക്കുന്നുണ്ട്, എന്നാൽ അതിനേക്കാൾ ഉപരിയായി സഭയിൽ ജനിക്കുമ്പോഴാണ് സഭ മുഴുവനും സന്തോഷിക്കുന്ന ഒരു ദിവസമായി തീരുക. അതുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് ഈ അവസരം തന്നെ ഓർത്ത് പ്രത്യേകം നന്ദി പറയുന്നു ദൈവത്തിന്. പ്രത്യേകിച്ച് ഞാൻ അഭിവന്ദ്യ പിതാവ്, നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും സ്വന്തം പിതാവാണ്, ഈ ഇടവക സമൂഹത്തിന് മുഴുവൻ പിതാവാണ്. പ്രത്യേകമായി പിതാവിന് ഒത്തിരി തിരക്കുണ്ടായിരുന്നിട്ടും ഞാൻ വിളിച്ച ഉടനെ പിതാവ് പറഞ്ഞു അതിന് തന്നെ ഞാൻ വന്ന് ചെയ്തു തരാം. ഞാൻ വിളിച്ചപ്പോൾ പിതാവ് കാനഡയിലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിതാവ് എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറയും നമുക്ക് ഇന്ന ഡേറ്റ് ഫിക്സ് ചെയ്യാം എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ പിതാവ് കുഞ്ഞുങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന, എപ്പോഴും എവിടെ വെച്ച് കാണുമ്പോഴും കുഞ്ഞുങ്ങളുടെ കാര്യം അന്വേഷിക്കുകയും എല്ലാം ചെയ്യുന്നൊരു പിതാവാണ്. ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു പിതാവിൻ്റെ എല്ലാ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും. പ്രത്യേകിച്ച് ഈ ഇടവയ്ക്ക് മുഴുവൻ വലിയൊരു അനുഗ്രഹമായി പിതാവ് മാർത്തിനോട് പ്രത്യേകം നന്ദി പറയുന്നു. രണ്ടാമത് കുന്നത്തച്ഛൻ, ഞങ്ങൾ ഈ അമേരിക്കയിൽ വരാൻ കാരണം തന്നെ കുന്നത്തച്ഛനാണ് ഞങ്ങളെ ഇവിടെ അമേരിക്കയിൽ എത്തിച്ചത്. ഞങ്ങൾക്കൊരു പിതാവിനെ പോലെയാണ് കുന്നത്തച്ഛൻ. എല്ലാ കാര്യങ്ങളിലും കുന്നത്തച്ഛനുണ്ട്. ഇന്നും ആരോഗ്യം അത്ര നല്ല അല്ലെങ്കിൽ പോലും കുന്നത്തച്ഛൻ നേരത്തെ തന്നെ എത്തി. അച്ഛന് പ്രത്യേകം എല്ലാ സ്നേഹത്തിനും എനിക്ക് നന്ദി പറയുന്നു. ജോസച്ചൻ ബ്രസീലിൽ നിന്നാണ് വരുന്നത്. ജോസച്ചൻ നമ്മുടെ ഷൈനിയുടെ ബ്രദറാണ്.
ഞങ്ങൾ തമ്മിൽ നല്ലൊരു സുഹൃബന്ധമാണുള്ളത്. ജോസിന് അവിടുത്തെ സാൻ ജോസ് കത്തീഡ്രലിൻ്റെ വികാരിയായിട്ട് 12 വർഷമായിട്ട് അവിടുത്തെ കത്തീഡ്രൽ വികാരിയാണ്. ഞാൻ ബ്രസീലിൽ റെക്സ്പാനിനൊപ്പം പോയപ്പം അച്ഛൻ്റെ പാരിഷിൽ ഞങ്ങൾ കൺസൾട്ട് ചെയ്തിരുന്നു. അച്ഛൻ്റെ കൂടെ ഒരു ദിവസം അവിടെ താമസിച്ചാണ്. അച്ഛന് 2-3 ദിവസത്തെ വെക്കേഷന് വേണ്ടി വന്നതാണ്. എങ്കിൽ പോലും ഞാൻ വിളിച്ചപ്പോൾ അച്ഛൻ സന്തോഷത്തോട് വന്ന് വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക്. അച്ഛാ പ്രത്യേകം നന്ദി പറയുന്നു. ക്രിസ്ത്യച്ചൻ അച്ഛനാണ്. ഞാനിതിൻ്റെ മോമസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അതിന് തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, നമുക്കെല്ലാം നന്നായിട്ട് എല്ലാ സപ്പോർട്ടും എപ്പോഴും ഉണ്ട് അച്ഛൻ്റെ. ഇന്നലേക്കാണെങ്കിലും അച്ഛനെല്ലാം ഡെക്കറേറ്റ് ചെയ്യാനുള്ള എല്ലാം അച്ഛൻ പറഞ്ഞു പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, എന്തും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അച്ഛന് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും ഉള്ള അച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. വെച്ചാൽ നമുക്കറിയാം, ഈ കുർബാനയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ കുർബാനയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തന്നെ കൊയറാണ്. ഞാനെപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഒരു കുർബാന ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആക്കുന്നത്, നമുക്ക് അനുഭവിക്കുവാൻ തക്ക വിധമാക്കുന്ന കൊയറാണ്. സോഞ്ചേട്ടനും ഡെലിക്സും സിരേക്കേട്ടനാണെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്, കൈയുടെ ഒരു സർജറി കഴിഞ്ഞിരിക്കുകയാണ്. ജോർജ് ഏട്ടൻ, ചേച്ചിയും എല്ലാവരും ഉണ്ട്. അവർ പ്രത്യേകിച്ച് ഇതിനു വേണ്ടി തന്നെ പാട്ടുകളൊക്കെ പ്രാക്ടീസ് ചെയ്തൊക്കെയാണ് ചെയ്തത്. പ്രത്യേകം എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങളെല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ നമുക്കറിയാം, ഇന്നലെയൊക്കെയാണല്ലോ ഒത്തിരി പേര് ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ വീഡിയോ ഞങ്ങൾ സുഹൃത്തുക്കളാണ്, സോജി മീഡിയ, മാത്തൻ ചേട്ടൻ, ഫോട്ടോ മാഞ്ചേരിൽ, പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും ഇന്ന് ഇവിടെ വന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം. നിങ്ങൾ പ്രത്യേകിച്ച് നോവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ കുടുംബങ്ങൾ നിങ്ങളെല്ലാവരും ഈ കമ്മ്യൂണിറ്റി മുഴുവൻ ഞങ്ങൾക്ക് ഒരു വലിയ പ്രത്യേക സ്ഥാനം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കൂടുതലുള്ള ഒരു പ്രത്യേക സ്ഥാനം തരുന്നുണ്ട്. അതിന് പ്രത്യേകം നന്ദി പറയുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇതൊരു വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഞാനും ഇത് എപ്പോഴും ഒരു ടെസ്റ്റിമണി ആയിട്ടാണ് ഇത് പറയുക. കാരണം കുഞ്ഞുങ്ങൾ ചിലരൊക്കെ എന്നെ കളിയാക്കിയാണെങ്കിലും പറയും, ഞാൻ അടുത്ത കുഞ്ഞുണ്ടായെന്ന് പറയുമ്പോൾ ചോദിക്കും അടുത്തത് എപ്പോഴാണെന്ന് ചോദിക്കും. അന്ന് തന്നെ എന്നോട് ചോദിക്കും അടുത്തത് എപ്പോഴാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഞാനതെല്ലാം ദൈവത്തിൻ്റെ ഒരു ഇതായിട്ട്, കാരണം ദൈവം തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ആദ്യത്തെ 2.5 വർഷം കുഞ്ഞുങ്ങളുണ്ടായില്ല. അത്രയും പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് മാനുഷികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളത്, അത് ദൈവം തരണം. അതുകൊണ്ടാണ് വചനം പറയുക, ഉദരഫലം അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അത് ഞങ്ങൾ ആ ഒരു അനുഗ്രഹമായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിതാവിന് ഇനിയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കുവാൻ ഇവിടെ വരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴെ നമുക്ക് എല്ലാവർക്കും ലഞ്ച് ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അത് കഴിച്ചിട്ട് വേണം പോകാൻ. താഴെ അതുപോലെ തന്നെ ഫോട്ടോ സെഷനും ഉണ്ടാവും. എല്ലാവരും ഞങ്ങളോടൊപ്പം ഒരു മെമ്മറി ആയിട്ട് നോവയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടേ പോകാവുള്ളൂ. എല്ലാവരും നിങ്ങൾ വന്നതിനെല്ലാം സന്തോഷം. എല്ലാവർക്കും നമുക്ക് താഴേക്ക് പോകാം. ഞാൻ താങ്ക്സ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. എന്നാൽ പോലും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാകണമെന്നുള്ളതാണ്. അതിനുവേണ്ടി ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വീണ്ടും ജോയ് പിതാവിനോട് വരാനിടയാകണമെന്ന് ആഗ്രഹിക്കുന്നു. എപ്പോഴെല്ലാം ജോയ് പിതാവ് നമ്മുടെ ഇടയിൽ വരുമ്പോഴെല്ലാം നമുക്ക് വലിയൊരു ആനന്ദമാണ്. നമ്മുടെ കുടുംബത്തിലെ അംഗമാണ്. ഈ മിഷന് വേണ്ടി ഒത്തിരിയേറെ വർഷങ്ങൾ ത്യാഗം ചെയ്ത് നമ്മളെ ഒരു നല്ല സമൂഹമാക്കി ഉയർത്തിയ പിതാവ് എപ്പോഴെല്ലാം വരുമ്പോഴും നമുക്കൊരു വലിയ ആനന്ദമാണ്. അതിലുപരിയായിട്ട് കൊയറിന് വലിയൊരു സന്തോഷമാണ്. പിതാവിൻ്റെ പാട്ടുകളൊക്കെ കൂടി ചേർത്ത് പാടുവാനായിട്ട് ഇന്ന് വളരെ അപൂർവമായിട്ട് അസുലഭമായിട്ടുള്ള ഒരു അവസരമായിരുന്നു ഇന്നത്തെ കൊയർ. പ്രത്യേകിച്ച് ജോർജിൻ്റെയൊക്കെ സാന്നിധ്യം പ്രത്യേകം ഓർക്കുവാണ്. വയലിനൊക്കെ വളരെ ഗംഭീരമായിരുന്നു എല്ലാം. അതുകൊണ്ട് അഭിനന്ദ പിതാവ് കൂടെ വരണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കണം. അഭിനന്ദ പിതാവിന് ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ്. Thank you for bringing all of us in this hall to celebrate the baptismal ceremony of Nova and Ruth. Thank you, Lord, for all the grace that you are showing each one of us. Bless those people who have come here and all those who could not come and attend this program. And bless our children and keep them safe and comfortable in your hands. We ask this through Christ our Lord. In the name of the Father, Son, and the Holy Spirit. Amen. To you.
से सो न सकूं। ओ क्यों आता नहीं मुझे दिन में भी चैन सुकून। ओ क्यों ऐसा होता है मैं खुद से ही बात करूं। ओ क्यों तू जो बोले कोई सुने ना वो मैं ही सुनूं। दिल ये बेकरार क्यों है, इस पे धुन सवार क्यों है ये खुमार क्यों है, तू बता। तेरा इंतजार क्यों है, तुझ पे एतबार क्यों है ये खुमार क्यों है, तू बता। Soji Media Video Productions, your trusted name for all video and photography needs. 516-232-7856. Email sojimediausa@gmail.com. Your trusted name for all video and photography needs. Soji Media Video Productions.